ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നാം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നതും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതുമായ ദൈവവചനമെന്ന് പറയുന്നത് പൗലോസിനെ കുറിച്ചാണ്. പൗലോസിൻ്റെ മിഷണറി യാത്രയെക്കുറിച്ചാണ്. തൻ്റെ ഒന്നാം യാത്രയിൽ താൻ പ്രസംഗിച്ചതായ ആഴമായ പ്രസംഗമാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം 17 മുതലുള്ള വചനങ്ങൾ. അതിൻ്റെ 28, 29 വചനങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ യേശു കർത്താവിൻ്റെ ക്രൂശുമരണവുമായി ബന്ധപ്പെട്ട ആഴമായ വസ്തുതകൾ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്താണ് അവിടെ ഓർമ്മപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിലേക്ക് മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്കു വേണ്ടി കടന്നു വന്ന കർത്താവായി യേശു ക്രിസ്തു 33.5 വർഷം ഈ ലോകത്ത് ജീവിക്കുകയും താൻ ചെയ്യാത്തതും താൻ അറിയാത്തതുമായ കുറ്റങ്ങൾ തൻ്റെ മേൽ ആരോപിച്ചുകൊണ്ട് മതക്കോടതിയുടെയും നിയമക്കോടതിയുടെയും വിസ്താരം കഴിഞ്ഞ് ക്രൂശിപ്പാനായി പീലാത്തോസ് യേശുവിനെ അവരുടെ കൈകളിലേക്ക് വിട്ടുകൊടുക്കുന്ന രംഗമുണ്ട്. തലയോടിടമെന്നർത്ഥമുള്ള ഗോൽഗോഥ എന്ന സ്ഥലത്തേക്ക് യേശുവിനെ അവർ കൊണ്ടുപോവുകയാണ്. ചുമന്നുകൊണ്ട് നടക്കുവാൻ കഴിയാത്ത അത്ര തൂക്കമുള്ള ഒരു പച്ചമരക്കുരിശ് യേശു കർത്താവിൻ്റെ തോളിൽ അവർ വെച്ചു കൊടുത്തിട്ടുണ്ട്. അതുമായി ഗോൽഗോത്തായിലേക്ക് എത്തിയ യേശുവിനെ ആ ക്രൂശിലേക്ക് കിടത്തി കൈകാലുകളിൽ കാലിരുമ്പാണികൾ അടിച്ച് ആ ക്രൂശ് ഉയർത്തി ആ വെട്ടിയുണ്ടാക്കിയ കുഴിയിലേക്ക് ഇടുകയും ആ ക്രൂശിൽ കിടക്കുമ്പോൾ യേശു കർത്താവ് പറഞ്ഞ 7 മൊഴികളുമാണ് ഇന്ന് നാം ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. 4 സുവിശേഷങ്ങൾ നാം വായിച്ചു നോക്കുമ്പോൾ ഈ 7 മൊഴികളും അവിടെ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. ഒന്നാമത്തെ മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത് ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യമാണ്. ആ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു എന്ന വാക്കാണ്. അതിക്രൂരമായി തന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന, ഒരു നിലയിലും ക്ഷമിക്കാനായിട്ട് മാനുഷികമായി കഴിയാത്ത തലത്തിൽ യേശുവിനെ ഉപദ്രവിച്ചതായ ആളുകളെ നോക്കിക്കൊണ്ട് അവർക്ക് വേണ്ടി പിതാവായ ദൈവത്തോട് പറയുന്ന പ്രസ്താവനയാണ് ആദ്യത്തെ മൊഴി എന്ന് പറയുന്നത്. യേശു പറയുകയാണ്, ഇവര് പലതും ചെയ്യുന്നുണ്ട്,
പക്ഷെ എന്താണ് അവർ ചെയ്യുന്നതെന്ന് അവർക്ക് ബോധ്യതയില്ലാത്തതുകൊണ്ട് അവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പിതാവായ ദൈവത്തോട് ആഴമായി പ്രാർത്ഥിക്കുന്ന ഒരു യേശുവിനെയാണ് ഇവിടെ നാം കാണുന്നത്. സ്വയമായി രക്ഷപ്പെടുവാൻ കഴിയാത്തതുപോലെ, രക്ഷപ്പെടാൻ സാധ്യമല്ലെന്നല്ല, തന്നെക്കുറിച്ചുള്ള പിതാവായ ദൈവത്തിൻ്റെ നിയോഗപ്രകാരം ക്രൂശിൽ മരിക്കണമെന്നുള്ള ആഴമായ പ്രവചനങ്ങൾ തൻ്റെ മേലുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കെ അല്പസമയങ്ങൾ പിന്നിടുമ്പോൾ തൻ്റെ ജീവൻ നഷ്ടപ്പെടുമെന്നുള്ള ബോധ്യത തനിക്കുള്ളപ്പോഴും ആ നിലവാരത്തിലേക്ക് തന്നെ കൊണ്ടെത്തിച്ചിട്ടുള്ള, തന്നെ ക്രൂരമായി ഉപദ്രവിച്ചിട്ടുള്ള, തന്നെ മുഷ്ടി ചുരുട്ടി ഇടിച്ചിട്ടുള്ള, കോലുകൊണ്ട് തൻ്റെ തലയിൽ അടിച്ചിട്ടുള്ള, മുൾക്കിരീടം തൻ്റെ തലയിൽ വെച്ചടിച്ച, കുന്തം കൊണ്ട് തൻ്റെ വിലാപ്പുറത്ത് കുത്തുവാൻ നിൽക്കുന്ന, തനിക്ക് വഹിക്കുവാൻ കഴിയാത്ത പച്ചമുര കുരിശ് തൻ്റെ തോളിൽ കുടത്ത് തന്നെ കൊണ്ട് നടത്തിച്ച ഈ ആളുകളെയൊക്കെ നോക്കിക്കൊണ്ട് യേശു പിതാവിനോട് പറയുകയാണ്, ക്രൂശിൽ കിടന്നുകൊണ്ട് ക്ഷമിക്കണമേ, ക്ഷമിക്കണമേ, ക്ഷമിക്കണമേ. എന്നെ ഉപദ്രവിക്കുന്നവർ അവരെന്ത് ചെയ്യുന്നെന്നറിവ് കേടുകൊണ്ടാണ്. അവരുടെ കുറ്റം അവരുടെ മേൽ നിർത്തരുതേ, അവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ തലത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് എത്ര പേർക്ക് കഴിയും എന്ന് യേശു കർത്താവ് ചോദിക്കുകയൂടെ ചെയ്യുന്നു. തന്നെ ഉപദ്രവിച്ചവരോട് താൻ ക്ഷമിക്കുകയും അവരോട് ക്ഷമിക്കണമെന്ന് പിതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ആ സന്ദേശത്തിലൂടെ നമ്മോട് ചോദിക്കുകയാണ്, നമുക്കെത്ര പേരോട് ക്ഷമിക്കാനായിട്ട് കഴിയും? നമ്മെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമുക്കെത്ര പേർക്ക് കഴിയും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനാണ് ഈ വാക്യത്തിൻ്റെ പ്രസക്തിയുള്ളത്.